അങ്ങനെ നമ്മളിന്ന് ഡേ 5 എത്തിയിരിക്കുകയാണ്. ഡേ 5 പറയാനുള്ളത് മൈൻഡ് സെറ്റ് മാറ്റേഴ്സ്. നമ്മുടെ മനസ്സാണ് നമുക്ക് റിസൾട്ട് തരുന്നത്. നമ്മുടെ പ്രയത്നം എത്രയുണ്ടെങ്കിലും അത് പ്രയത്നിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം നമുക്ക്. അപ്പോഴാണ് നമുക്കതിനുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. നമ്മുടെ മൈൻഡ് പോകുന്നത് പല ഘട്ടങ്ങളിലൂടെയാണ്. പോസിറ്റീവായിട്ടിരിക്കാം, നെഗറ്റീവായിട്ടിരിക്കാം, ഇതൊന്നും അല്ലാത്ത അവസ്ഥകളും ഉണ്ടാകാം. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ കാര്യം എന്ന് പറയുന്നത്. നെഗറ്റീവ്സ് എപ്പോഴും നമ്മളെ ഫെയിലിയറിലേക്കാണ് കൊണ്ടുപോവുക. നെഗറ്റീവ്സ് ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ആ നെഗറ്റീവിനെ എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും സന്തോഷത്തോടു കൂടിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ കണ്ടു നിൽക്കുന്ന ഒരു വ്യക്തി പറയുകയാണ്, ഇതിലൊക്കെ ഇപ്പം എന്താ അത്ര കാര്യമുള്ളത്, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. അതൊരു നെഗറ്റീവാണ് അല്ലേ? ആ നെഗറ്റീവിനെ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. നെഗറ്റീവ്സിനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. നമുക്ക് റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ നെഗറ്റീവ്സ് മാറ്റി പോസിറ്റീവ് മാത്രമാക്കി എടുക്കുക. നെഗറ്റീവ്സ് എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. പക്ഷേ അതിനെ നമ്മൾ മറികടക്കാനുള്ള ശ്രമങ്ങളുണ്ടാവണം. നമ്മുടെ മനസ്സ് അതിന് പ്രാപ്തമാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മനസ്സാണ് എന്തിനേയും നിയന്ത്രിക്കുന്നത്. ഞാൻ രാജേഷ്, വുമൻസ് ഡൈനാമിക് കോച്ച്. പേഴ്സണലായിട്ട് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കരുത്. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു.